السلام عليكم ورحمة الله. بسم الله الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين. നാസിലിന്റെ കുനൂത്ത് നേതാക്കളുടെ ആഹ്വാനമുള്ളതുകൊണ്ട് നമ്മളും തുടങ്ങിയിട്ടുണ്ട്. സാന്ദർഭികമായി ഇടപെടാൻ അത് എപ്പോൾ സംഭവിക്കുകയാണെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഒരു മസല മാത്രമാണ് ഇന്ന് ഉദ്ദേശിക്കുന്നത്. നാസിലിന്റെ കുനൂത്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ വല്ല രോഗങ്ങളെയോ ശത്രുക്കളെയോ അദാബുകളൊക്കെ പേടിക്കുകയാണെങ്കിൽ അതിനെ തട്ടി മാറ്റാൻ വേണ്ടി അള്ളാഹുവിനോട് തേടാൻ വേണ്ടി പ്രേരിപ്പിക്കപ്പെട്ട ഫർള് നിസ്കാരത്തിന്റെ സമാപനത്തിലുള്ള ദുആക്കാണ് പറയുന്നത്. സുന്നത്ത് നിസ്കാരങ്ങളിൽ ഇത് പറ്റില്ല. സുന്നത്ത് നിസ്കാരങ്ങൾ എന്ന് പറഞ്ഞാൽ ഇപ്പോ റമളാനിലെ വിത്രിന്റെ ലാസ്റ്റിൽ റമളാന്റെ പകുതിക്ക് ശേഷം ഉണ്ട്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ. അതല്ല, നാസിലന്റെ കുനൂത്ത് ഫർള് നിസ്കാരത്തിലേ പറ്റും, സുന്നത്ത് നിസ്കാരത്തിലില്ല. മയ്യിത്ത് നിസ്കാരത്തിലും വേണ്ട. പിന്നെ ഒറ്റക്ക് നിസ്കരിക്കുന്ന നിസ്കാരാണെങ്കിലും ജമാഅത്തായിട്ട് നിസ്കരിക്കുന്ന നിസ്കാരാണെങ്കിലും പള്ളിയിൽ നിന്നാണെങ്കിലും വീട്ടിൽ നിന്നാണെങ്കിലും ആണുങ്ങൾക്കാണെങ്കിലും പെണ്ണുങ്ങൾക്കാണെങ്കിലും ഒക്കെ അത് സുന്നത്തുണ്ട്. മഹാന്മാർ അതിനെ ആധാരമായി കണ്ട ഒന്ന് ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. കാര്യങ്ങളായ ഒരുപാട് മഹാന്മാരായ സഹാബാക്കളെ ശത്രു വിഭാഗം കൊന്നൊടുക്കിയപ്പോൾ ഏകദേശം ഒരു മാസത്തോളം അവർക്കെതിരെ ദുആ നടത്തി നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതാണ് ആധാരം. ഇങ്ങനത്തെ വ്യാപകമായ അദാബുകളോ ശത്രുക്കളോ വരുമ്പോൾ ഈ കുനൂത്ത് സുന്നത്താണ് എന്നതിന് ആധാരങ്ങളിൽ ഒന്ന് ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഈ ഹദീസാണ്. അപ്പൊ നമ്മളിപ്പോ നമുക്ക് വരുന്നില്ലല്ലോ എന്ന് കരുതിയിട്ട് കാര്യമില്ല, നമുക്ക് വന്നോളണമെന്നില്ല, ആർക്കെങ്കിലും വന്നാൽ മതി, അതൊക്കെ നമ്മളെ കാര്യം തന്നെയല്ല. അപ്പൊ അതുകൊണ്ടാണ് ഇങ്ങനെ ഈ കുനൂത്ത് നിസ്കാരത്തിൽ നമ്മൾ സുന്നത്തായിട്ട് ഫർള് നിസ്കാരത്തിന്റെ സമാപനത്തിൽ ഓതുന്നത്. അത് ഉസ്താദ്മാരെങ്ങനെ കൂട്ടുന്ന പോലുള്ള ദുആവചനങ്ങളൊന്നും അറിയില്ലെങ്കിൽ സാധാരണ കുനൂത്ത് ചൊല്ലിയാൽ മതി. മനസ്സിലായില്ലേ? അപ്പൊ ഞാനിങ്ങനെ എനിക്ക് അറബി അറിയണോണ്ട് കുറെയൊക്കെ കൂട്ടാൻ എനിക്ക് കഴിയും. ചിലപ്പോ നിങ്ങൾ എന്താ അപ്പൊ ഞമ്മക്ക് തെറ്റൊന്നും പന്തില്ലാന്ന് ഇരിക്കണ്ട. അതില് സാധാ ഓതുന്ന കുനൂത്തിൽ തന്നെ വേണമെങ്കിൽ ഇതുണ്ട്. വക്കൈനാ ശറമാ കളയത്ത് എന്ന് പറഞ്ഞ അതിലടങ്ങിയല്ലോ. വക്കൈ വാ കൈ നീ കാക്കണേ ഞാ ഞങ്ങളെ ഷർറമാ കളയത്ത് നീ കലാഹ് ചെയ്ത എല്ലാ ഷർറൊന്നും കാക്കണേന്ന് പറഞ്ഞാൽ ട്രംപിന്റെയും ഇവരൊക്കെ കളിയൊക്കെ പൈലപ്പെട്ടല്ലോ. അപ്പൊ അത് ചൊല്ലിയാലും മതി. ഇമാം റംലി റളിയല്ലാഹുവിന്റെ അഭിപ്രായ പ്രകാരം അത് മതി എന്നാണ്. വേറെ ചില മഹാന്മാര് അല്ല, അതുമായി ബന്ധപ്പെട്ട് കൃത്യമായിട്ട് അർത്ഥമുള്ള എന്തെങ്കിലുമൊക്കെ കൂട്ടുന്നല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് അത് അറിയുന്ന ആളുകളെ കൂട്ടിക്കോളും, അറിയാത്ത ആളുകൾ ഇനി ഇടങ്ങറാണ്ട, ഈ കുനൂത്ത് തന്നെ ചെയ്താൽ മതി. നിങ്ങൾ ഒറ്റക്ക് നിസ്കരിക്കുകയാണെങ്കിലും ഇത് സുന്നത്താണ്, പരിയിലുള്ള പെണ്ണുങ്ങൾക്കും അത് സുന്നത്താണ്. അതുകൊണ്ട് പറഞ്ഞാൽ മതി ഫർള് നിസ്കാരത്തിന് ലാസ്റ്റ് ഒരു കുനൂത്താണ്ട് അടിച്ചാളെ എന്ന് പറഞ്ഞാൽ മതി. സംഗതി ഇതൊക്കെ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കണേ. അപ്പൊ അവൾക്കോ സുന്നത്തിട്ടിക്കോട്ടെ. ആ കാര്യം ഓർമ്മപ്പെടുത്താനാണ് ഇന്ന് ഉദ്ദേശിച്ചിട്ടുള്ളത്. അതിന്റെ ഇടയിൽ പിന്നൊരു അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ എന്നാണ്. അങ്ങനെ തോർക്കാം, അറിയെങ്കിൽ അങ്ങനെ തോർക്കാം, അല്ലെങ്കിൽ സാധാ കുനൂത്ത് ചൊല്ലിയാൽ മതി. അങ്ങനെ കുറെ ഉണ്ട്. അമ്മ മുട്ടിയാക്ക കൂടി പറഞ്ഞപ്പോ നേരം മുഴുവല്ലേ. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ മുസ്ലിമീൻ എന്നുണ്ട്, അതിന്റെ ശിർക്കുൽ മുശ്രിക്കുന്നുണ്ട്. അങ്ങക്ക് അതറിയങ്ങളാ ഓതിക്കോളി ചെല്ലിക്കോളി. അതും പറയാൻ അറിയാത്തവരുണ്ടാവും. അപ്പൊ അവർക്ക് നമ്മള് സാധാ കുനൂത്ത് പറഞ്ഞു കൊടുത്താണ്. മറ്റൊക്കെ ചെല്ല കേട്ടോ. പിന്നെ ഞാനിങ്ങനെ ഇവിടുന്ന് ഓർക്കണം, നിങ്ങൾ കേട്ടില്ലേ? കേട്ടിട്ടില്ല. അതൊക്കെ അതിൽ പെട്ടാണ്. ഞാൻ അതൊന്നും അറിയാത്തവരെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. അഇസ്സൽ ഇസ്ലാം വൽ മുസ്ലിം അതിൽ ശിർക്ക് മുശ്രിക്കൊന്നും അല്ലാതെ ആർക്കില്ല. കാരണം ഇപ്പൊ വിവാദം ആയതുകൊണ്ട് അതൊരു പുതിയ വിവാദമാണ്. അപ്പൊ അതുകൊണ്ട് നമുക്ക് വല്ല അതിൽ ശിർക്ക് മുശ്രിക്കുന്നില്ലേക്ക് വല്ല കേരളത്തിൽ ഇപ്പൊ പുതിയൊരു വിവാദം ഉണ്ടായിക്കണം, നിങ്ങൾ അറിയില്ല. പക്ഷെ എത്താണൊക്കെ ലോകവായന വേണ്ടേ? അത് പുതിയ കുറെ ആൾക്കാരെ കൂടി വിവാദമാക്കിയിട്ട് മുസ്ലിങ്ങളെ കൂടി ചാമ്പാനല്ലേ ഞങ്ങളെ പള്ളിയിൽ വെച്ച് ദ്വാരക്കണ് അറിയാണ്ട്. അപ്പോ അതിനങ്ങനെ അർത്ഥമൊന്നുമില്ല. നെഹ് പഠിച്ചാൽ അങ്ങനൊന്നും അർത്ഥമില്ല. അൽ മുശ്രിക്ക് എന്നുള്ള മുശ്രിക്ക് എന്നുള്ള ഈ അലിഫ്ലാമാണ് ചേർന്നിക്കണത്. വലിയ വലിയ ഉസ്താദ്മാരെന്നെ അങ്ങനെ ദ്വാരക്കരുന്നൊക്കെ പറയുമ്പോ ഞാൻ ചിരിക്കലുണ്ട്, എന്താ ഇപ്പൊ ഈ പറയണെന്ന്. കാരണം അലിഫ്ലാമിന്റെ ഉള്ളിക്ക് മുശ്രിക്കെങ്കിൽ കയറ്റിയാലും ഒരു പ്രത്യേകതരം മുശ്രിക്കുന്ന അർത്ഥം വെക്കാം. എല്ലാ മുശ്രിക്കൊന്നും അതിന് അർത്ഥം വരൂല. ഇസ്ലാമിനെ ചാമ്പാനും കൊല്ലാനും
നിൽക്കണ മുശരിക്കുകൾ പിന്നെ പരാജയപ്പെടല്ലേ വേണ്ടി ഓല് പിന്നെ വിജയിക്കാൻ തോന്നുന്നത് അമ്മായി തക്കാരപ്പത് നമ്മളെ കൊല്ലാൻ നിൽക്കുന്ന ആൾക്കാർ പരാജയപ്പെട്ടെന്നല്ല ഇപ്പൊ നമ്മള് തോർക്കുക എല്ലാവരും തന്നെ തോർക്കുക. അങ്ങനെ അലിഫ്ലാമിനെ കൂടി കൂട്ടി അർത്ഥം വെച്ചാൽ അങ്ങനെ അർത്ഥം വരിക. ഏതായാലും ഒരു വിവാദം ആയതുകൊണ്ട് ഞാനിപ്പോ ഏതായാലും അതിൽ നിൽക്കണ വെച്ചാൽ അതിൽ ശിർക്കും മുശരിക്കും വല്ലാതെ ഓർക്കില്ല. അപ്പൊ അവിടെ ഇന്റെ വക ഞാൻ കുറച്ച് കൂട്ടലുണ്ട്. അപ്പൊ അതറിയാത്ത ആളുകൾ എന്ത് ചെയ്താൽ മതി, കുനൂത്ത്, സാധാ കുനൂത്ത് അത് മതി. മമ്മൂട്ടിയൊക്കെ അങ്ങനെ കാര്യങ്ങളിൽ കുറച്ച് അങ്ങനെ കയറി പോകാൻ വാക്കുകൾ അക്ഷരങ്ങൾ ക്ലിയർ ആണെന്ന് മാത്രം, മനസ്സിലായില്ല. അക്ഷരം ക്ലിയർ ആയിട്ടില്ലെങ്കിൽ അർത്ഥം മാറും. അതുകൊണ്ടാണ് അവിടെ ഒരു മസല പറയാനുണ്ട്. എന്താ കാര്യങ്ങള് ആന്ന് പറയുമ്പോത്തിന് കുറെ ആൾക്കാർ സുജൂദിലെത്തിയിട്ടുണ്ട്. ഇല്ലേ? അങ്ങനെ ഇല്ലേ? നമ്മളിത് ഓലിങ്ങനെ സുജൂദുമൊക്കെ നോക്കിക്കൊണ്ട് നിൽക്കണം. അപ്പൊ ഒരു ആണ് പോക്കാം. പിന്നെ ഒരു കുഴപ്പമില്ല, ഇങ്ങനെ നീച്ചു പോരി ഇമാമിനെ മുത്താബത്ത് എന്ന് പറയുന്നത്. ഇമാമിനെ തുടരാ വേണ്ടത്. സുന്നത്ത് ഫർദക്ക് വരാൻ പാടില്ല. ഇവിടെ ആ രീതിയല്ല. ഇവിടെ ഇമാമിനെ തുടരുക എന്നുള്ളത് അത് നിങ്ങൾക്ക് നിർബന്ധം. അപ്പൊ അങ്ങനെ ആരെങ്കിലും വീണിക്കണേ എന്ത് ചെയ്താൽ മതി, ആരും അറിയാതെ മെല്ലെ കെട്ടന്നെ നീച്ചാൽ മതി. പിന്നെ ഇങ്ങനെ എന്നും വീകാൻ നിൽക്കുകയും ചെയ്യരുത്. മറവി എന്നൊക്കെ പറഞ്ഞാൽ 1-2 ദിവസമൊക്കെ അല്ലേ ഉണ്ടാവുള്ളൂ. ഇത് ചില ആൾക്കാരാണ്. ഇനിയിപ്പോ നോക്കിക്കൊണ്ട് നിങ്ങൾ റമദാൻ പകുതിന്റെ ശേഷം നമ്മള് വിത്തിന്റെ കുനൂത്ത് പോകുമ്പോ 26 വരെ സുജൂദ് പോണ ആൾക്കാരുണ്ട്. 15 തന്നെയല്ലേ വിത്തല് കുനൂത്ത് തുടങ്ങല്. 15 പോകുന്നുള്ള സ്വാഭാവികമാണ്. അത് മനുഷ്യനെ പറയുക. 26 പോവാണ്. ഈ പോക്കിപ്പോ എന്ന് തുടങ്ങിയതാ? 15 തുടങ്ങിയിട്ട് 15 ദിവസം മറക്കന്നെ. എന്ത് മറവിയാണ് പഠിച്ചത്. അപ്പൊ ഞാൻ അഥവാ ഇപ്പൊ നമ്മള് ആന്ന് പറയുമ്പോക്ക് പോയാൽ എല്ലാം ആരും അറിയാതെ നീച്ചിട്ട് ഇതിക്കാണ്ട് കൂടിയാൽ മതി. മസല കുഴപ്പമൊന്നുമില്ല. അതാണ് അതിന്റെ മസല. ഇൻഷാ അല്ലാഹ്. അപ്പൊ ഇന്നാ മസല മാത്രം മതി. പിന്നെ നമുക്ക് ഇൻഷാ അല്ലാഹ് ഓരോ കാര്യങ്ങൾ പറയാം. ഇതായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇത് ഇന്നൊക്കെ മാത്രമല്ല, ഇപ്പൊ ഈ നന്നായിട്ട് ഇപ്പൊ മറ്റേ ഇറാനിലെ 2ാമത് അധികാരം ഏറ്റെടുത്ത ആളും വധിക്കപ്പെട്ടു എന്നാണ് ഇപ്പൊ ഉയരങ്ങൾ വരുന്നത്. കാര്യങ്ങളൊക്കെ കൈവിട്ട് പോണ കേസുകളാണ്. നന്നായിട്ട് ദ്വാരുന്നോളി. ദ്വാ അല്ലാതെ വേറെ ഒരു ആശയമില്ല. നമ്മളെടുത്ത രാസായുധം, ഇവന്റെ ഈ ട്രിക്ക്, ഇവന്റെ ഈ അജണ്ട, ഇവന്റെ ഈ ചതി, ഇത് അറബ് രാഷ്ട്രങ്ങൾക്ക് മനസ്സിലാവുള്ള ഒരു തൗഫീഖ് അല്ലാഹ് കൊടുക്കട്ടെ. ഇതേ ആശയം തന്നെയാണ് ഇറാഖിനെ ചാവുമ്പോഴും പറഞ്ഞത്. അവരെ കയ്യിൽ ഭയങ്കര ആയുധങ്ങളുണ്ട്. അത് ഉപയോഗിച്ചാൽ അടുത്തുള്ള എല്ലാവർക്കും പ്രശ്നമായിട്ട് ഐറ്റങ്ങളാണ് പേടിച്ചത്. അടുത്തുള്ള എല്ലാരെയാണ് പേടിപ്പിച്ചത്. എന്നിട്ട് അവിടെ ഉള്ളതിനേക്കാളും വലിയ ആയുധങ്ങൾ ഇവരവിടെ ഉപയോഗിച്ചു. അപ്പൊ ഇവർക്ക് എന്തും ആവാം. എന്നിട്ട് ആ സ്വാധീനം പിടിച്ചാണ്ട് വലിയരുന്നാക്ക് കൊന്നും ചെയ്തു. ഇപ്പൊ ഇതാ മസ്ലഹത്തിന്റെ യോഗം നടക്കുമ്പോഴാണ് ഇയാളെ കൊന്നത്. ഇയാളാ പൊരയിൽ പോയിക്കാൻ കാരണം ഇപ്പൊ പ്രശ്നം ഉണ്ടാവൂല എന്ന് ഉറപ്പായതുകൊണ്ടല്ലേ. ഇറാന്റെ പ്രസിഡന്റ് അവിടെ പോയിരിക്കാൻ കാരണം എന്താ, അവിടെ മസ്ലഹത്തിന്റെ പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട്, സംസാരം നടക്കുന്നുണ്ട്. അതുകൊണ്ട് ഇന്നും നാളെ ഒന്നും ഇങ്ങോട്ട് ഒരു ബോംബും വരുമെന്നാള് ധൈര്യത്തിലാണ് അയാളെ മക്കളെ കൂട്ടിയിട്ട് അവിടെ പോയിരുന്നത്. അപ്പൊ ചതിച്ചു പോയി. എന്നിട്ടും മനസ്സിലാകുന്നു ഈ ചതി എല്ലാ രാഷ്ട്രങ്ങളിലേക്കും ഇവരെടുക്കുന്ന ഒരു കാലം വരും. ഒരു സംശയം വേണ്ട. ഇത് ഹദീസാണ്. ഹദീസ് പഠിച്ചുകൊണ്ട് മാത്രം പറയാണ്. അതുകൊണ്ട് ദുആ അല്ലാതെ അദ്ദുആഉ സിലാഹുൽ മുഅ്മിൻ നബിയുനാ റസൂലുള്ളാഹി. നമുക്ക് ദുആ അല്ലാതെ വേറെ മാർഗങ്ങളൊന്നുമില്ല. അതുകൊണ്ട് നമ്മൾ കുനൂത്തിൽ അല്ലാതെയൊക്കെ നന്നായിട്ട് ദ്വാർക്കുക. കാരണം നമ്മൾ ഒരുപാട് സുഹൃത്തുക്കൾ പല നാടുകളിലും വെപ്രാളത്തിലും ഭീതിയിലും ഒക്കെയാണ്. പുറത്തു വരുന്ന എല്ലാ വിവരങ്ങളും കൂടി ശരിയൊന്നല്ല. പലരും വലിയ ബേജാറിലാണ്. എനിക്ക് തന്നെ കുറെ ആൾക്കാർ മിസൈല് വരുന്ന ഫോട്ടോ എടുത്ത് വീഡിയോ എടുത്തിട്ട് അയച്ചു തന്നിട്ട് ഞാൻ സെൽവേജിക്കൊക്കെ വിട്ടുകൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ അതാ ഉസ്താദെ ഞങ്ങളിപ്പത്തെ അവസ്ഥ തങ്ങൾ നോക്കി നിന്നിട്ട് മിസൈലാണ് നമുക്ക് നമ്മളെ മെത്തുക്ക് പോകുന്നത്. അയാതി വീഡിയോ ഒക്കെ ഉണ്ട്. അപ്പൊ നന്നായിട്ട് ദ്വാരന്ന് കൊടുക്കണം അവർക്ക് വേണ്ടിയിട്ട്. അള്ളാഹു താല അവരൊക്കെ സലാമത്താകട്ടെ. നമ്മളെ അള്ളാഹു സലാമത്താകട്ടെ. ഒക്കെ മുട്ടും വഴിമുട്ടും ശരിക്കും അത്താൻ കഴിക്കാൻ കഴിയാത്ത അവസ്ഥ വരും. ഇതൊന്നും മുറുകിയല്ലേ. ഇതിപ്പോ നമുക്ക് വിവരം കിട്ടണില്ല. എന്താ വെച്ചാൽ നമുക്ക് എപ്പോഴും കൊണ്ട് അവിടെ ഇങ്ങനെ പൊട്ടണുള്ളൂ. ഇത് ശരിക്ക് പൊട്ടലൊന്നും കൂടി ശക്തിയായാലേ നമുക്ക് അന്നം മുട്ടും. അതാണ്ടായാലും വേറെ ഒന്നും ഉണ്ടാവില്ല. ഒക്കെ ലെവല് തെറ്റും. ലെവല് തെറ്റുന്ന മാത്രമല്ല പോക്കറ്റിലോട്ട് പൈസ ഉണ്ടാവും. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. അപ്പൊ ആ കുനൂത്തിന്റെ കാര്യം മസല ആരും മറക്കരുത്. അത് എപ്പോ സംഭവിച്ചാലുള്ളതാണ്. ഇന്നൊക്കെ മാത്രമല്ല. പിന്നെ നമ്മളെ ഇങ്ങനെ മിണ്ടാതിരിക്കുക. നേതാക്കൾ ആരെങ്കിലും ആഹ്വാനം ചെയ്യട്ടെ എന്ന് വെച്ചിട്ട് നേതാക്കൾ പറഞ്ഞാൽ പിന്നെ നമുക്ക് ചെയ്യണമല്ലോ. അതുകൊണ്ട് നേതാക്കളൊക്കെ പറഞ്ഞുകൊണ്ടാണ് അവിടെ ചെയ്യാൻ തുടങ്ങിയത്. അള്ളാഹു സുബ്ഹാനഹു വ തആല സാന്ദർഭികമായിട്ടുള്ള ഇത്ര അമലുകളൊക്കെ ഓർത്ത് ചെയ്യാനുള്ള ഭാഗ്യം കൂടി നമുക്ക് പ്രദാനം ചെയ്യട്ടെ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. 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 സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം.
സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം 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 اللهم صل على محمد يا رب صل عليه وسلم. പിന്നെ ഈ മീനടുത്തൂര് അടുത്ത് ഇവിടെ ആ ചെറുപ്പക്കാരുണ്ടല്ലോ, എവിടെ സ്ഥലം പറഞ്ഞു നിങ്ങള്? കോരങ്ങാവ് അല്ലേ? ഇവര് മുഅല്ലിമീങ്ങൾക്ക് ശമ്പളം കൊടുക്കാൻ കയ്യില് ചില്ലറില്ലാത്തോണ്ട് ആകെ പരീക്ഷണത്തില്ല. അപ്പൊ അവര് കുറച്ച് ഈത്തപ്പഴം ഏറ്റു വന്നിട്ടുണ്ട് ചലഞ്ച് നടത്താൻ. അത് അതിനിടക്ക് കുറെ ഈറ്റപ്പഴ ചലഞ്ചൊക്കെ ഉള്ളതുകൊണ്ട് എല്ലാവർക്കും വേണമെങ്കിലും നടക്കാം. ഇവരത് വല്ലാതെ പോയിട്ടില്ല. അപ്പൊ അതുകൊണ്ട് പറ്റുന്ന ആളുകളൊന്ന് സഹകരിച്ചു കൊടുത്താൽ റംസാനല്ല മുഅല്ലിമീങ്ങൾക്ക് ശമ്പളം കൊടുക്കാനാണെന്ന് പറയും. അവരോട് ചെറുപ്പക്കാർ വേക്കലുണ്ടാവും. ഈത്തപ്പഴം പറ്റുന്നവര് വാങ്ങിക്കൊണ്ടാല് വലിയ കൂലിയുള്ള കാര്യമാണ്. അല്ലാഹു തആല നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ വമൗലാനാ മുഹമ്മദ്. അല്ലാഹുവേ, ഞങ്ങൾ പറഞ്ഞതും കേട്ടതും നീ കബൂലാക്കണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങൾ ആയുസ് നിന്റെ പൊരുത്തത്തിൽ വർദ്ധിപ്പിച്ചേരണേ അല്ലാഹ്. പെടുന്നതിന് മരിപ്പിക്കുകയോ ഒരുക്കമില്ലാത്ത മരണത്തിൽ പെടുത്തുകയോ ചെയ്യല്ല അല്ലാഹ്. അറ്റാക്കും ക്യാൻസറും ആക്സിഡന്റും ദുരന്തങ്ങളൊന്നും തരലേ അല്ലാഹ്. ഞങ്ങളെ തൊട്ടും ഞങ്ങളുടെ പ്രവാസികളെ തൊട്ടും ഉറ്റവരെ തൊട്ടും ബന്ധപ്പെട്ടവരെ തൊട്ടും പ്രാർത്ഥനയ്ക്ക് പ്രേരിപ്പിച്ചവരെ തൊട്ടും കാത്തു രക്ഷിക്കണേ അല്ലാഹ്. അല്ലാഹുവേ, നിന്റെ മാരിഫത്ത് നൽകണേ അല്ലാഹ്. സ്വലാത്തിന്റെ ബർക്കത്തുകൊണ്ട് ഞങ്ങളെ നീ കബൂലാക്കണേ അല്ലാഹ്. ഞങ്ങളെ ഹാജത്തുകൾ വീട്ടിത്തരണേ അല്ലാഹ്. രോഗങ്ങൾ മാറ്റിത്തരണേ അല്ലാഹ്. ക്ഷീണങ്ങൾ പോക്കിത്തരണേ അല്ലാഹ്. കടങ്ങൾ വീട്ടിത്തരണേ അല്ലാഹ്. ഞങ്ങളിൽ നിന്ന് മരിച്ച് ഖബറിൽ കിടക്കുന്ന മാതാപിതാക്കൾക്ക് പുറത്തു കൊടുക്കണേ അല്ലാഹ്. ഗുരുവര്യന്മാർക്ക് പുറത്തു കൊടുക്കണേ അല്ലാഹ്. കൂടെ പഠിച്ചവർക്ക് പുറത്തു കൊടുക്കണേ അല്ലാഹ്. അയൽവാസികൾ, കുടുംബക്കാർ, പ്രത്യേകിച്ച് പള്ളിയുടെ ചുറ്റുഭാഗത്തുള്ള ഉമ്മനിങ്ങൾക്ക് പുറത്തു കൊടുക്കണേ അല്ലാഹ്. ജാസിൽ പങ്കെടുത്ത് ഞങ്ങളെയോ ഞങ്ങളോട് ബന്ധപ്പെട്ട ഒരാളെയോ കത്തിക്കാളുന്ന നരകത്തിൽ നീ ഒരു സെക്കൻഡും കടത്തല്ല അല്ലാഹ്. അല്ലാഹുമ്മ അൻസുർ ഉമ്മത്ത സയ്യിദിനാ മുഹമ്മദ് വറഹ്മത്ത സയ്യിദിനാ മുഹമ്മദ് തജാവസ് അൻ ഉമ്മത്തി സയ്യിദിനാ മുഹമ്മദ് ഇജ്അൽനാ മിൻ ഖയാരി ഉമ്മത്തിഹി വമിൻ മുഹിബ്ബിഹി യാ ദൽ ജലാലി വൽ ഇക്റാം. واغفر لنا ولمن دفنوا حوالينا ولجميع المؤمنين والمؤمنات آمين برحمتك يا أرحم الراحمين. صلى الله تعالى وسلم على خير الخلق سيدنا محمد وآله وصحبه أجمعين. سبحان ربك رب العزة عما يصفون وسلام على المرسلين الحمد لله رب العالمين. أشهد أن لا إله إلا الله وأستغفر الله وأسألك الجنة وأعوذ بك من النار. أشهد أن لا إله إلا الله وأستغفر الله وأسألك الجنة وأعوذ بك من النار. أشهد أن لا إله إلا الله وأستغفر الله وأسألك الجنة وأعوذ بك من النار. اللهم اغفر لي ذنوبي يا رب العالمين. اللهم اغفر لي ذنوبي يا رب العالمين. اللهم اغفر لي ذنوبي يا رب العالمين.